സ്വാമി ശരണയ്യപ്പ സ്വാമി എല്ലാവർക്കും സ്വാമി ശരണം. എവിടെ പോവാന്ന് വെച്ചിട്ടാ? എന്തിനു പോവാൻ? ശബരിമലയ്ക്ക് പോവാൻ മാലയിടാൻ പോകുന്നല്ലേ? അയ്യപ്പസ്വാമിയായി ഉച്ചക്കിട്ട മാല ഇട്ടു. അവൻ എക്സൈറ്റ്മെന്റിലിരിക്ക ആദ്യമായിട്ട് പോണേന്റെ. എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറ ഉച്ചക്കുട്ടിന് വേണ്ടിട്ട്. അങ്ങ് പുറത്തിറങ്ങിട്ട് പറയാം അവിടെ പാട്ട് വെച്ചാൽ ഉറക്കനെ കേൾക്കണത്. അങ്ങനെ ഇച്ചസ്വാമിയും ഡാഡി സ്വാമിയും ഉച്ചക്കുട്ടിന് ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ എല്ലാവരും ഉച്ചക്കുട്ടിനെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. അല്ലേ? എല്ലാരും പറ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കണെന്ന് പറയൂ. ഞാൻ ഫസ്റ്റ് ടൈമാ പോണേ അല്ലേ അയ്യപ്പസ്വാമിനെ കാണാനായിട്ട്. കന്യാസ്വാമി കന്യാസ്വാമി ഫസ്റ്റ് ടൈം പോണ. ശരിക്കും ഞാൻ എന്താ പറയുക ഈച്ചൂട്ടിന് ആദ്യമായിട്ട് പോകണുണ്ട്. കന്യാസ്വാമിയായിട്ട് പോകുന്നതിന് ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവും. ആ മാല കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഈ വീഡിയോ പല ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ കണ്ടാവും കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവും. ബാക്കിയുള്ളവരൊന്നും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി. കാണില്ലല്ലോ ഇന്നിപ്പോ ചേട്ടനെ എവിടെയാ പോണേ? ഏത് അയ്യപ്പട്ടുമ്പോളാന്ന് അറിയോ? ഇല്ല. ഡാഡി പറഞ്ഞു കൊടുക്കണ്ട. നമ്മള് മലയ്ക്ക് മാലിട്ട് പോലെ എല്ലാ ടെമ്പിളുകളും പോലെ എന്താ പറയണേ ചോട്ടാ? എന്താ പറഞ്ഞപ്പ പറയും ചോട്ട സിഗ്നലിലേക്ക് കിടക്കാം. ചോട്ട പാട്ട് പാടോ? ചോട്ട മുഖത്തില്ലേ കൊന്നല്ലോ. പാട്ട് പാടേ ചോട്ടാ? പാട്ട് പാടോ? ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ. കുറച്ചുകൂടെ ഉറക്കനും പാടുമല്ലോ, കേൾക്കില്ല. പാടിക്കോ. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ 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 രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ. കഴിഞ്ഞ പാടി കഴിഞ്ഞപ്പോഴേക്കും സിഗ്നൽ പോയി. നമ്മളെ അമ്പലത്തിലേക്ക് എത്താറായി. എച്ചലമ്പലം എന്നല്ല കേട്ടോ പറഞ്ഞേ. സ്ഥലത്തിന്റെ പേര്. ഈ ഏരിയയിലേക്ക് വന്നിട്ട് കാലം കുറേ ആയിട്ട് ഇച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല എവിടേക്ക് വന്ന് കണ്ടിട്ടുണ്ടോ. അത്രയും നല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല ഇരുട്ടുമായി, മഴയുമായി. നല്ല സൂപ്പർ മഴ. സിഗ്നൽ സൂപ്പർ മഴ കേട്ടോ. സിഗ്നലല്ല സിഗ്നൽ കണ്ടപ്പോ 7 മണിയായി സമയം. ചെറിയ ബ്ലോക്കൊക്കെ കഴിഞ്ഞോടെ എത്തിയതാ. നല്ല സൂപ്പർ മഴ. ഇവിടെ കിട്ടുന്ന അത്രയും മഴ നമ്മുടെ ഏരിയയിൽ ഇല്ല കേട്ടോ. നമ്മള് ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആരെയും ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ ഇവിടെയൊക്കെ എപ്പോഴും ഭയങ്കര മഴയായിരിക്കും. നമ്മുടെ ഏരിയ അത്രയ്ക്ക് മഴ ഉണ്ടാവാറില്ല. റോഡിലൊക്കെ വെള്ളം കെട്ടി തുടങ്ങി. ഓൾറെഡി നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിർത്തി. ഇവിടെയാണ് കേട്ടോ അതിന്റെ എൻട്രൻസ്. ഇതാണ് അമ്പലത്തിന്റെ എൻട്രൻസ്. വാഹന പൂജ കണ്ടിട്ടുണ്ട്.
ചേട്ടാ എങ്ങനെയുണ്ട് അമ്പലത്തിൽ വന്നിട്ട്? ഈ അമ്പലത്തില് ഇതാണ് HAL അയ്യപ്പസ്വാമി ടെമ്പിള്. ഇവിടെ മലയാളികൾക്ക് ഒരുവിധം എല്ലാവരും പറഞ്ഞൊരു ടെമ്പിളാണിത്. ഇപ്പൊ കണ്ടില്ലേ ആ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യപ്പ കീർത്തനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ എന്ത് ഭംഗിയാ നാട്ടില് കാണുന്ന പോലെ ചന്ദനം ചേർത്തിട്ട് എല്ലായിടത്തും എല്ലാ ദൈവങ്ങളും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതായിട്ട്. ചേട്ടന് ഹാപ്പി അല്ലേ അത് കണ്ടപ്പോ? കൃഷ്ണ അയച്ചനെ കണ്ട് ചിരിച്ചല്ലേ? നമ്മളപ്പോ മാലിട്ടിട്ട് ഇങ്ങനെ കൊറേ അമ്പലങ്ങൾ ബാംഗ്ലൂര് നമ്മള് പോണ അയ്യപ്പന്റെ അമ്പലങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കവർ ചെയ്യാണ്. പക്ഷെ അതിൽ 1-2 സ്ഥലത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജാലിയള്ളി നമ്മള് എടുത്തിണ്ടായിരുന്നില്ല. 1-2 അമ്പലങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷെ ഇഷ്ടംപോലെ ഇതെല്ലാം അമ്പലങ്ങളുണ്ട് ഫേമസ് ആയിട്ട്. നമ്മുടെ പൂജാരീതികളും നമ്മുടേതായ മലയാളികളും ഒത്തുകൂടുന്ന അമ്പലങ്ങള് ഒരു ഭയങ്കര ഫീൽ തന്നെ ഇവിടെ വരുമ്പോ. നാടിനെ മിസ് ചെയ്യുന്നവർക്ക് ഒത്തുവിടാൻ പറ്റിയതാണ് ഈ അമ്പലങ്ങൾ ശരിക്കും ഇവിടുത്തെ. അപ്പൊ ഇനി നമ്മളിനി അടുത്ത അമ്പല കാഴ്ചയായിട്ട് പിന്നെ കാണാം. ഇപ്പൊ ഇന്നത് അടുത്ത വീഡിയോ നിർത്തണില്ല, കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും വീഡിയോസ്. ഇപ്പൊ എവിടെ പോയ കൂട്ടാ? എന്തിനാ പോണേ? പിന്നെ നമ്മള് ഏച്ചുകുട്ടിന്റെ ബുക്ക് അമ്പലത്തിൽ വെച്ചിരുന്നത് എടുക്കാൻ പോവാണ്. പൂജയ്ക്ക് വെച്ചത് എടുക്കാൻ പോവാണ് അല്ലേ? നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു അയ്യപ്പന്റെ അമ്പലം ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മലയാളികളുടെ അമ്പലമാണ്. അപ്പൊ അവിടെ എടുക്കാൻ പോവാണ് നമ്മള്. ബുക്കെടുത്തു ഹരിശ്രീ എഴുതിയില്ലേ? മലയാളം ഹരിശ്രീയൊക്കെ എഴുതണ്ടായിരുന്നു. പിന്നെ കന്നഡയൊക്കെ കന്നഡ എഴുതണ്ടായിരുന്നു, ഹിന്ദി എഴുതണ്ടായിരുന്നു, ഇംഗ്ലീഷ് എഴുതണ്ടായിരുന്നു അല്ലേ? നല്ല ഭക്ഷണം ഇങ്ങോട്ട് നിൽക്കുന്ന വെളിച്ചടിക്കണം. ഇതൊക്കെ ഇതെന്താന്നൊക്കെ തിരുമധുരം. അത് ഈ ബുക്ക് പൂജയ്ക്ക് വെക്കുമ്പോ നിവേദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ഇതാണ്ട നമ്മളെ അടുത്തുള്ള അമ്പലം എന്ന് പറഞ്ഞ ചെറിയ അമ്പലമാണ്. പക്ഷെ അയ്യപ്പസ്വാമി ഗണപതിയും മുരുകനും ഉണ്ട്. ഞങ്ങളിപ്പോൾ എത്തിക്കുന്നത് ഇവിടെ ഒരു തിരുപ്പതി പ്രതിഷ്ഠുള്ള ഒരു അമ്പലമാണ്. ഒരു ചെറിയ അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞേ, ഇച്ചക്കുട്ടി ഇവിടെ കളിച്ച് നടന്നിരുന്ന ഒരു അമ്പലമാണ്. കുഞ്ഞായിരുന്നു. അപ്പോൾ ഇച്ചു നടന്ന് തുടങ്ങിയപ്പോൾ നടന്നിരുന്ന അമ്പലമാണത്. കുറേ അന്നൊന്നും ഈ ഷെഡ് ഇതിൻ്റെ ഉള്ളിൽ ശിവൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മെയിനായിട്ടുള്ള തിരുപ്പതി അമ്പലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വീട്, ആ വീട് നമുക്ക് പറ്റുകയാണെങ്കിൽ കാണാം. അപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം ഇങ്ങനെ ജസ്റ്റ് നടന്നിങ്ങോട്ട് ഒരു എന്താ പറയുക 10 അടി നടന്ന് വെച്ച അമ്പലമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇവിടെ നമ്മുടെ എന്താ പറയുക ഫെസ്റ്റിവൽ ടൈമുകളിലൊക്കെ, ഇവിടുത്തേതായ ഫെസ്റ്റിവൽ ടൈമുകളിലൊക്കെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ നാട്ടിൽ ഒരു വൈബും കിട്ടുന്നത്. ഇങ്ങനെ ഫുള്ള് ക്രോസുകളായിട്ടുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ ഇവിടെയൊക്കെ വീടുകൾ തന്നെ ഫുള്ള്. അമ്പലം എന്തോ പണി നടക്കാൻ പോകുന്നുണ്ട്. അതവിടെ ലക്ഷ്മി അമ്പലമൊക്കെ വരുന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ കേർഡ് റൈസ് ഇവിടെ വന്നിട്ട് കഴിക്കൽ ഒരു ഓർമ്മ പുതുക്കലാണ്ട് ശരിക്കും. പ്രത്യേകിച്ച് ഇച്ചുകൂട്ടിന് വീട്ടിലുണ്ടാകുന്ന ഫുഡ് ഇഷ്ടമായിരുന്നില്ല അവന്. ഇവിടെ വന്നിട്ട് അപ്പുറത്തന്നെ നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പ്രസാദമായിട്ട് ഇവിടെ കിട്ടുക ഇങ്ങനെ റൈസുകളാണ്. കേർഡ് റൈസ്, പുളിയോദര, ലെമൺ റൈസ്, അങ്ങനെ പല പല റൈസ് കിട്ടും. ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്തെങ്കിലും കഴിച്ചു ഓർമ്മ പുതുക്കാനാണ് കേർഡ് റൈസ്. ഇവിടെ ഓടിക്കളിച്ചിരുന്നാണ് ചിട്ട. ഇവിടെ അമ്പലത്തിൻ്റെ കുറേ പുതുക്കൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. മുകളിൽ കല്ലിടാൻ പോകണം. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലിട്ടുള്ള ടൈപ്പാണ് ഇവിടെ. നമ്മുടെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് അല്ലേ ചെയ്യണത്. ഇവിടെ കല്ല് വെച്ചിട്ടാണ് മുകളിൽ ഷീറ്റുകൾ ചെയ്യുന്നത്. അപ്പൊ ആ മറ്റേ ഉത്സവത്തിന് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകില്ല, അതിന് എല്ലാവർക്കും സ്വാമി ശരണം പറഞ്ഞേ. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പ്ലാനുകൾ
നിന്നൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നു. ഞങ്ങള് വിചാരിച്ചതിനേക്കാൾ ഒരു ദിവസം മുന്നേ നമ്മള് നാട്ടിലേക്ക് ശബരിമലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. ബാംഗ്ലൂർ ഹെവി റെയിൻ ആണ്. ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അവിടെയൊക്കെ വെള്ളം കിട്ടി. ബാംഗ്ലൂർ ഫുള്ള് ബ്ലോക്കാണ്. പല സ്ഥലങ്ങളിലും ഫ്ലഡ് മാതിരിയാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ മുങ്ങിപ്പോക, ഭയങ്കര സീനുകളായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വിചാരിച്ച നാളെ നെക്സ്റ്റ് ഡേയിലേക്ക് ഇവിടെ ഒരു 5 daysന് റെയിൻ അലേർട്ട് ഉണ്ട്. യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് നമ്മുടെ താമസിക്കുന്ന ഏരിയയിലൊക്കെ അലേർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി വിചാരിച്ച പോലെ ഇറങ്ങാൻ പറ്റില്ല. ബ്ലോക്കിലൊക്കെ പെട്ടതായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ മാറും. ശബരിമല നമ്മൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഈ 5 ദിവസത്തേക്കാണല്ലോ ഉള്ളത് അവിടെ. നമ്മള് മലയാള മാസത്തിലല്ലേ പോണത് കയറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ഇന്ന് ഇവിടെ കുട്ടികൾക്കും കോളേജും ഓഫീസൊക്കെ അവധി. ഓഫീസ് വർക്ക് ഫ്രം ഹോം ആണ്. കുട്ടികൾക്കൊക്കെ ഇന്ന് അവധി കൊടുത്തിരിക്കും. അപ്പൊ പിന്നെ ഒന്നും വിചാരിച്ചില്ല. രാത്രി എത്ര മണിക്കാ നമുക്ക് സ്കൂളില്ലാതെ രാത്രി ഇപ്പൊ മെസ്സേജ് ഒന്ന് പാക്ക് ചെയ്തു. ഇതേ രാവിലെ ഇറങ്ങി. രാവിലെ ഒരു 8 മണിയായിട്ട് ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് ഗ്ലാസ്സിലുണ്ട്, മഴ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനല്ലേ ചേട്ടാ? മഴ കണ്ടിട്ട് ബ്ലോക്ക് ഉണ്ടോ നോക്കിയിരിക്കാം. ഞങ്ങൾ ഇങ്ങനെ അത് നോക്കി ചോദിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട വീട്ടിൽ വേണോ ഗൈസ്? ഇവര് ഓൾറെഡി കഴിച്ചു. ഞാൻ കുറച്ച് എക്സ്ട്രാ ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ കാറിൽ നിന്ന് അതും ചട്നിപ്പൊടി, നമ്മുടെ ബാംഗ്ലൂര് ഫേമസ് ആണ് ചട്നിപ്പൊടി, അതും കൂട്ടി കഴിക്കണം. പിച്ചുക്കൂട്ടനും കഴിക്കേണ്ട ഇടയ്ക്ക് ഒരു വായിക്കും. ഇങ്ങനെയും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ടൈം സേവ് ചെയ്യാം. രേണു രേണ ഗൈസ്, അപ്പൊ നമ്മളിത് ശരവണ ഭവൻ എത്തിയിരിക്കാണ്. സേലം ശരവണ ഭവൻ. ഇപ്പൊ സമയം എത്രയായി? സമയം 1:15 1:15 അപ്പൊ നമുക്ക് വിശപ്പിന്റെ ചെറിയ വിളികളൊക്കെ എത്തി തുടങ്ങി. ഇച്ചുക്കുട്ടനെ ഇവിടെ വാശിയൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളെന്നാ ഫുഡ് അടിക്കാന്ന് വെച്ചാൽ ഇവിടെ കയറാൻ പോവാണ്. ഹമ്പ് നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ എപ്പോഴും. നല്ലത് എന്നമ്മേ ഹമ്പ് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വന്നല്ലോ. അതെ ഇപ്പൊ ലഞ്ചിനും സമയത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ നല്ല സുഖം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഫ്രണ്ടില് നമുക്ക് ഇലക്ട്രിക്കൽ കാർ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. കുറച്ച് ഷോപ്സുകളുണ്ട് ഇങ്ങനെ. അപ്പൊ പോയിട്ട് ഞങ്ങൾ ഇനി ഫുഡ് അടിക്കട്ടെ. നമ്മൾ ശരവണഭവനിൽ വന്നിട്ട് ഇതേ മീൽസ് ഓർഡർ ചെയ്തു. ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കിയാൽ ഇതിലെന്താ, ഇതെന്തോ ഒരു തൊക്കാണ്. അവർ തൊക്കെന്നാണ് പറഞ്ഞത്. പിക്കിൾ പോലെ സംഭവം എന്താണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ചട്നിപ്പൊടി. നമ്മൾ ചട്നിപ്പൊടിയും ഇതിട്ടിട്ട് കഴിക്കാം. സോൾട്ട്, മീൽസിൻ്റെ പ്ലേറ്റ് ആണല്ലേ. ഒരു ചപ്പാത്തി ഉണ്ടല്ലോ എൻ്റെ ഉള്ളിൽ. ഇച്ച സമയം അങ്ങോട്ട് പോവാ. പ്ലാൻസ് കണ്ടപ്പോൾ ഇച്ച സമയം ഇവിടെ എത്തി. ഇവിടെ നോക്കിയേ, ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഫുഡ് ഇഷ്ടമായോ മോന്? എത്ര ഇഷ്ടമായി? കുറേ ഇഷ്ടമായി. നല്ല മീൽസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നാളൊക്കെ കയറി യൂട്യൂബ് വെച്ച് നോക്കുമ്പോൾ ശരവണഭവനിലെ മീൽസ് നല്ല സൂപ്പറാണ്. എല്ലാ ടൈപ്പ് കറികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവിടെ. അവിടെ ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂരെത്തി ഗൈസ്. തൃശ്ശൂരെത്തി നമ്മളിതൊരു ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ ഹോട്ടൽ ഭാരതിൽ കേട്ടോ. നമ്മളങ്ങനെ ശബരിമലയ്ക്ക് നമ്മളല്ല, ഏട്ടനും ഇച്ചൂട്ടനും വിനീതേട്ടനും കൂടിയാണ് പോണത്. അവരുടെ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പൊ നമ്മളിനി ഗുരുവായൂർക്ക് പോണ് കെട്ടി നടക്കാനായിട്ട്. സാമേശ്വരനെ ഇപ്പൊ പറയൂ എല്ലാരോടും. സാമേശ്വരനെ ഇപ്പൊ പറയൂ. ഗുരുവായൂർക്ക് പോവാ. മമ്മ കഴിക്കല്ലേ?
ഇച്ചക്കൂട്ട നല്ല ഗുഡ് ബോയ് ആയിട്ട് മാറി കഴിക്കുന്നു. അപ്പം ഞങ്ങളിതേ പെരുമ്പാവൂരെത്തി ഭക്ഷണം കഴിക്കും അല്ല ഇച്ചൂട്ട? പെരുമ്പാവൂരെത്തി. ചൂട്ട ഉറങ്ങിയത് ചുറ്റും ചാടി കഴിഞ്ഞിട്ടപ്പോൾ ഭക്ഷണം കഴിക്കാറായപ്പോൾ. കന്യാസ്വാമി ഇതേ ശരംകുത്തിയിൽ വന്ന് ശരം കുത്താൻ പോണം. എങ്ങനെയുണ്ടായിരുന്നു നടത്തം? ഇച്ചിക്കൂട്ടർ സൂപ്പറായിട്ട് നടന്നു അല്ലേ? അവിടെ വെച്ചോ. അങ്ങനെ കന്നിസ്വാമി ഇവിടെയാണ് ശരംകുത്തി. പോവാ ശരമി എപ്പനാണ് പോവാ. നല്ല സൂപ്പർ മഴയാണ് അല്ലേ അയച്ചു കേട്ടാ? ഞങ്ങൾ മഴയിൽ നനഞ്ഞ് 1 മണിക്കൂറോളം നടക്കാം. നല്ല മഴയായിരുന്നു, നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മള് മാസത്തിൽ വന്നു വെച്ചിട്ട് കാര്യമില്ല, നല്ല തിരക്കാല്ലേ അയച്ചു കേട്ടാ? എല്ലാവർക്കും ഹായ് പറയും. സ്വാമി അയ്യപ്പനെ കാണാൻ അഴിച്ചുകൂട്ടം കിടന്ന് ഉറങ്ങാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം അല്ലേ അയച്ചുകൂട്ടാ? ഉറങ്ങി അയച്ചുകൂട്ടാ? അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാന്ന് പറയാം. പഠിച്ചില്ലേ? ഓക്കെ. നെയ്യ് പൊട്ടിച്ച് പാത്രത്തിലോട്ട് വയ്ക്കാൻ പോണില്ല. പൊട്ടിച്ചിട്ട് അതിലോട്ട് ഒഴിക്കണം, എന്നിട്ട് അഭിഷേകത്തിന് കൊടുക്കാം കേട്ടാ. ഓക്കെ ചൂട്ടാ. അങ്ങനെ ഞാൻ പ്രസാദിച്ചു കൊണ്ട് പ്രസാദം പിടിക്ക്, കൈകൊണ്ട് പിടിക്ക്, 2 കൈകൊണ്ട് പിടിക്ക്. കയ്യിൽ പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ചാ ഞാൻ വായിച്ചു. ഞങ്ങൾ എടുത്തിട്ട് അങ്ങനെ മോളിലേക്ക് എടുത്തോ, അപ്പുറത്തും കാണിച്ചു. നെയ്യഭിഷേകം കഴിഞ്ഞു. ഇനിയിപ്പോ മാളികപ്പുറത്തോട്ട് പോകണം ഞങ്ങള്. അങ്ങോട്ട് ഒന്ന് റൗണ്ട് അടിച്ചോ. അങ്ങനെ സൂപ്പർ തിരക്കാ. പിന്നെ മാസത്തിൽ തുറന്ന അമ്പലത്തിന്റെ തിരക്കാണ് കാണുന്നത്. എന്താ തിരക്ക്. വാസ്വാമി നമുക്ക് ഹനുമാൻ കുരങ്ങ് വിളിക്കണ്ടടാ, നിന്റെ അടുത്തേക്ക് ഓടി വരും. ഇതെവിടെ വെച്ചുകൂട്ടാൻ? പമ്പ റിവർ. ആ നല്ല സുഖാ. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഈ വെള്ളത്തില് നടന്നു കഴിഞ്ഞാൽ കാലിന്റെ വേനൊക്കെ പോകും. നല്ല തണുപ്പാ വാട്ടർ. അതുകൊണ്ട് ഇത്ര നേരം നടന്നു കൊണ്ടാൽ എല്ലാ ക്ഷീണം പോവും ഈ വെള്ളത്തിലൊന്ന് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ.